പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് നമ്മളൊരു പെർമനൻറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്നാണ് പറയുക. അതായത് നമുക്കത് റിവേഴ്സ് ചെയ്യാം, പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് പല വിധത്തിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിസേറിയൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ വിത്തിൻ ഒരു 24 hours നമുക്ക് ചെയ്യാം. പിന്നെ അതിന് ശേഷമാണെങ്കിൽ നമ്മൾ യൂഷ്വലി 45 daysന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് അബ്ഡോമൻ തുറന്ന് ചെറിയ മുറിവുണ്ടാക്കി ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ കീ ഹോൾ വഴിയായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാത്തിനും ഒരു ചെറിയ ഫെയിലിയർ റേറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഏത് മെത്തേഡിൽ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്താലും ഒരു 0.3 to 0.8% ഫെയിലിയർ റേറ്റ് ഉണ്ട്. ഇനി അങ്ങനെ പ്രഗ്നൻസി ആയാൽ കൂടുതൽ സാധ്യത അത് ട്യൂബൽ പ്രഗ്നൻസി ആവാനായിട്ടാണ്. അപ്പോൾ പ്രസവം നിർത്തിയതിന് ശേഷം നമുക്കിപ്പോൾ പീരീഡ്സ് അങ്ങ് മിസ്സാവുകയാണെങ്കിൽ നിർത്തിയതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കരുത്. ഒരു ഡോക്ടറെ കണ്ടിട്ട് പ്രഗ്നൻസി ഇല്ലാന്നും ട്യൂബൽ പ്രഗ്നൻസി അല്ലാന്നും ഒക്കെ നമ്മളൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും.